കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ്. ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പോ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുന്ന സമയത്ത് നമ്മളിവിടെ പലരും ചില മാധ്യമങ്ങൾ പോലും ഇതിന് മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ ആ ടൈറ്റിലുകൾ കൊടുക്കുന്നത്, തംബ്നെയിൽ കൊടുക്കുന്നതൊക്കെ ഒരു 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 സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ്. പലതരത്തിലുള്ള കമന്റുകൾ നോക്കിയാൽ അറിയാം, ഇത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ധാരണ ഇപ്പോൾ സത്യമാണെന്ന് തെളിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ കമന്റുകൾ. ശരിക്കും കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരവും ഏറ്റവും മികച്ചതുമായ ഒരു സംസ്ഥാനമാണ്. നമ്മൾ ഓരോരുത്തരും ഭാഗ്യം ചെയ്ത മനുഷ്യരാണ് കേരളത്തിൽ ജനിക്കാൻ കഴിഞ്ഞതിൽ. നമ്മുടെ രാജ്യം ലോകത്ത് ഏറ്റവും മികച്ച ഒരു ശക്തമായ രാജ്യമായിട്ട് മാറുമ്പോൾ നമ്മുടെ കേരളം നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും. സോ അതിന് നമ്മൾ കേന്ദ്രവുമായിട്ട് ഉടക്കി നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് സാധ്യമല്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് രാഷ്ട്രീയം പറയാം. ബി ജെ പിക്ക് കോൺഗ്രസിനെയും കോൺഗ്രസിന് ബി ജെ പിയെയും വിമർശിക്കാം, അല്ലെങ്കിൽ ഇടത് പാർട്ടികൾക്ക് ബി ജെ പിയെയും തിരിച്ച് ബി ജെ പിക്ക് ഇടത് പാർട്ടികളെയും ഒക്കെ വിമർശിക്കാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ഭരണകൂടം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള അടുത്ത പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയൊക്കെ പരസ്പരം സഹകരിച്ച് നമ്മുടെ നാടിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സ്റ്റിൽ നമ്മുടെ സതീശൻ VDS ഒരു വളരെ കഴിവുള്ള വിഷനുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ നല്ലൊരു മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയും. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ടേം പൂർത്തിയാവുമ്പോൾ കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായിട്ട് അദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ പോലും സാധ്യതയുണ്ട്. അപ്പൊ അദ്ദേഹം വളരെ വിഷനുള്ള ആളാണെന്ന് തോന്നാൻ കാരണം മുൻപുള്ള പല മുഖ്യമന്ത്രിമാരുടെയും അഭിമുഖങ്ങളിൽ കാണാത്ത വിഷനും അഭിപ്രായങ്ങളും സംസ്ഥാനത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും സതീശനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരി ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ കേന്ദ്ര സർക്കാരിന്റെ കൂടി സപ്പോർട്ടോടുകൂടി മാത്രമേ ഒരു സംസ്ഥാനത്തിന് വികസനം സാധ്യമാവുകയുള്ളൂ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നാട് ഡെവലപ്പ് ആവുന്നത്. നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യം അങ്ങനെയാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച പല പദ്ധതികളുമാണ് ഇന്നും നമ്മൾ തുടരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യം ഉൾപ്പെടെ നിരവധി പദ്ധതികൾക്ക് തുടക്കമിട്ട ഒരാളെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം കേന്ദ്രവുമായിട്ട് വളരെ നല്ല ടേംസിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് വികസനങ്ങൾ വന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ മുൻശുണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദേഷ്യത്തോടെയുള്ള പ്രതികരണങ്ങളൊക്കെ വിമർശിക്കപ്പെടുമ്പോഴും കേരളത്തിൽ ഡെവലപ്മെന്റ് പല മേഖലയിലും വന്നിട്ടുണ്ട് എന്നത് നിഷേധിക്കാനാവാത്തൊരു വസ്തുതയാണ്. നമ്മുടെ ഹൈവേ വികസനം ഉൾപ്പെടെ വളരെ ദ്രുതഗതിയിൽ നടക്കുന്നത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കൂടി സഹകരണം കൊണ്ടാണ്. ഇല്ലാതെ BJP ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചാൽ കേരളത്തിൽ അത് നടക്കില്ല. അപ്പൊ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ യോജിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് കേരളത്തിൽ ഡെവലപ്മെന്റ് വരുന്നത്. ഇനിയും ഒരുപാട് വികസന സാധ്യതകൾ കേരളത്തിലുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. നോക്കൂ, നമ്മുടെ കേരളം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ഇവിടെ ഒരുപാട് പോരായ്മകൾ ഉള്ളപ്പോൾ തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇപ്പൊ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ അവിടെ ഉള്ളതിനേക്കാൾ മികച്ച ഫെസിലിറ്റീസ് നമുക്കിവിടെ ഉണ്ട്. ആകെ നമ്മൾ പുറകിൽ പോകുന്ന കാര്യം വൃത്തിയുടെ കാര്യത്തിൽ മാത്രമാണ്. ആ വൃത്തിയുടെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളം യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ, അമേരിക്കയിലെ വലിയ നഗരങ്ങളെക്കാൾ മികച്ച നാടാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ആരോഗ്യ മേഖല ആയിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങളായിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, നോക്കൂ, ലോകത്തിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇത്രയും മികച്ച പോലീസ് സംവിധാനം ഇന്ത്യയിൽ മറ്റെവിടെയും നമുക്ക് കാണാൻ പറ്റില്ല, ലോകത്ത് നമുക്ക് ഒരിടത്തും കാണാൻ പറ്റില്ല. കാരണം പല സ്ഥലങ്ങളിലും പോലീസുകാരെന്ന് പറയുന്നത് ഉഴപ്പന്മാരാണ്, പോലീസുകാരെന്ന് പറയുന്നത് അഴിമതിക്കാരാണ്, ആ കാര്യപ്രാപ്തി ഇല്ലാത്തവരാണ്, ഉത്തരവാദിത്വ ബോധമില്ലാത്തവരാണ്. കേരളത്തിൽ ഈ പ്രശ്നക്കാരായിട്ടുള്ള പോലീസുകാരും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ മെജോറിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം, നിയമവാഴ്ച, അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നിലനിർത്താൻ കഴിയുന്നത്. ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ നമുക്ക് നമ്മുടെ ഫോഴ്സ് ഏറ്റവും മികച്ച ഫോഴ്സാണ്. ഓരോ മേഖല എടുത്ത് നോക്കൂ. ഗവൺമെന്റ് മേഖലയിൽ കൈക്കൂലിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയുമുണ്ട്, പക്ഷെ നമുക്കിവിടെ മികച്ച ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ കേരളം എന്ന് പറയുന്നത്, ചില കുട്ടികൾ ജനിക്കുമ്പോൾ പറയും ജന്മന അവന് പാട്ട് പാടാൻ നല്ല കഴിവുണ്ട്, ജന്മസിദ്ധിയാണെന്നൊക്കെ പറയുന്ന പോലെ കേരളം നാച്ചുറലി തന്നെ ഒരു സവിശേഷമായ ഒരു നാടാണ്. അപ്പൊ കേരളത്തിൽ ഇനിയും അനന്ത സാധ്യതകളുണ്ട്.
നമ്മളിവിടുത്തെ പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് പുറകിലാണ്. കുറച്ചുകൂടി സിവിക് സെൻസ് ഇനിയും മെച്ചപ്പെടാനുണ്ട്. ഇങ്ങനെ കുറേയേറെ മേഖലകളുണ്ട്. ഡെവലപ്മെന്റ് കുറെ കൂടെ വരാനുണ്ട്. നഗരാസൂത്രണത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത പട്ടണങ്ങളും നഗരങ്ങളും ഒക്കെ കേരളത്തിലുണ്ട്. റോഡ് വികസനത്തിൽ കുറച്ചുകൂടി ബെറ്റർ ആവേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ഡെവലപ്പ് ആകാനുണ്ട്. അതോടൊപ്പം തന്നെ കുറെ കൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ടൂറിസത്തിനെ നമ്മൾ കുറെ കൂടെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വേൾഡ് ക്ലാസ് ടൂറിസം അത് കേരളത്തിന് വലിയ സാധ്യത കൊടുക്കുന്ന ഒന്നാണ്. പക്ഷെ അതിപ്പോഴും കേരളത്തിന്റെ പൊട്ടൻഷ്യൽ 1% പോലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. 1% പോലും. കേരളത്തിൽ ഉള്ള നദികൾ, പുഴകൾ, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ടൂറിസത്തിന് വളരെയധികം ഉപയോഗിക്കാൻ കഴിയുന്നത് മലകളും പുഴകളും കടലും തീരവും എല്ലാം തികഞ്ഞൊരു ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം. പക്ഷെ അത് നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. മറിച്ചിപ്പോ ഇതൊന്നുമില്ലാത്ത നാട്ടുകാർ അവരെന്ത് ചെയ്യുന്നു? ആർട്ടിഫിഷ്യൽ ആയിട്ട് വരെ ഉണ്ടാക്കുന്നു. ആർട്ടിഫിഷ്യൽ ദ്വീപുകൾ ഉണ്ടാക്കുന്നു, ആർട്ടിഫിഷ്യൽ കുളങ്ങളും പുഴകളും ഒക്കെ ഉണ്ടാക്കുന്നു, ആർട്ടിഫിഷ്യൽ കനാലുകൾ ഉണ്ടാക്കുന്നു. എന്നാൽ നമ്മളെവിടെയോ പണ്ടെങ്ങോ ആരൊക്കെയോ ഉണ്ടാക്കിയതുണ്ട് എന്നുള്ളതല്ലാതെ പുതിയതായിട്ട് നമ്മൾ ഇതൊന്നും ചെയ്യുന്നുമില്ല, ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുമില്ല. ഇത് നമ്മളിവിടുത്തെ ഒരു പ്രശ്നമാണ്. സോ ഇതൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ കേരളം ശരിക്കും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് മാത്രമല്ല, സ്വർഗമെന്ന് വിളിക്കപ്പെടാൻ മാത്രം അർഹതയുള്ളൊരു നാടാണ്. ഇത് യാഥാർത്ഥ്യമാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വരും. വിഷനുള്ള നേതാക്കന്മാർ ഉണ്ടാവേണ്ടി വരും. അവിടെ വി.ഡി. സതീശൻ നൽകുന്ന ഒരു പ്രതീക്ഷ, അദ്ദേഹത്തിന് കൃത്യമായ ഒരു വിഷൻ സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുണ്ട്. മോദിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ശരിക്കും വേറെ ലെവൽ മനുഷ്യനാണ്. ഇന്നത്തെ യുവാക്കളെക്കാൾ ബ്രില്യൻ്റ് ആയിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണ്, വികസന ബോധമുള്ള ഒരാളാണ്. സോ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ സപ്പോർട്ട് കൂടി വരികയാണെങ്കിൽ നമ്മുടെ നാട് വളരെ മികച്ചൊരു നാടാക്കി ഇനിയും ബെറ്ററാക്കി നമുക്ക് മാറ്റാൻ കഴിയും. അപ്പൊ ഇന്ത്യ ലോകത്തെ ഒരു വലിയ ശക്തിയായി വളരുമ്പോൾ ഇന്ത്യക്കുള്ളിൽ ഏറ്റവും മികച്ച നാടായിട്ട് കേരളം മാറണം എന്നുള്ളതാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത്. അതിന് തീർച്ചയായും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഉടക്കി നിൽക്കല്ല വേണ്ടത്. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ, രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാ മേഖലയിലും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. ആ നിലയ്ക്ക് നമ്മുടെ വി.ഡി. സതീശന്റെ സന്ദർശനം എന്തുകൊണ്ടും നമ്മുടെ നാടിന് ഗുണകരമാണ്. വളരെ ഹെൽത്തി ആയിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും നല്ലത്. മറിച്ച് ഇതിനെയൊക്കെ നമ്മൾ എല്ലാം രാഷ്ട്രീയമായിട്ട് വളഞ്ഞ് അങ്ങനെ കാണുന്ന സമയത്ത് നമ്മുടെ നാട് പിന്നോട്ട് പോകത്തേ ഉള്ളൂ. അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങളും അനാവശ്യ രാഷ്ട്രീയം പറച്ചിലും നമ്മളെ നാടിന് ദോഷമാണ്. നമ്മൾ തമ്മിലടിക്കാതെ ഒറ്റക്കെട്ടോടെ ഒരേ മനസ്സോടെ നമ്മുടെ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.